ഈ പറയുന്ന പൊതുയിടങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ അന്തസ്സത്തെയായിരുന്നു. നമ്മുടെ ഉത്സവപ്പറമ്പുകൾ എന്തായിരുന്നു? നമ്മുടെ ഉത്സവപ്പറമ്പുകൾ എന്ന് പറയുന്നത് സോഷ്യൽ ഗ്യാതറിങ്ങിനുള്ള സ്പേസസ് ആയിരുന്നു. അതിന് റിലീജിയസ് കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. എൻ്റെ കൊച്ചിലെ വെച്ച് എൻ്റെ ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ ജാതി മതമൊന്നുമില്ല. അവിടെ എല്ലാ വിഭാഗം ആൾക്കാരും വരും, പള്ളിപ്പെരുന്നാളിനും വരും. ഈ പറയുന്ന പള്ളിപ്പെരുന്നാളായാലും ശരി, അമ്പലത്തിലെ ഉത്സവമായാലും ശരി, അവിടെയൊക്കെ ഈ പറയുന്ന എല്ലാ ആൾക്കാരും വന്ന് ഒത്തുചേർന്ന് അവിടെ രാത്രി കിടന്നുറങ്ങുക. കാരണം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല, ഫാൻ വേണമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഫെബ്രുവരി തൊട്ടാണ് ഉത്സവകാലം തുടങ്ങുന്നത്. ഫെബ്രുവരി തൊട്ട് ഉത്സവകാലം കൊടുക്കുമ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് പാടങ്ങൾ ഉണങ്ങി കിടക്കുന്ന സമയമാണ്. ഈ പറയുന്ന പന്തലൊക്കെ കെട്ടി രാത്രി കഥകളിക്ക് തണുപ്പത്ത് കിടന്നുറങ്ങുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പൊതുയിടങ്ങൾ കേരളത്തിൽ ഉണ്ടായതിൻ്റെ ആ ഒരു ഈ പറയുന്ന എവല്യൂഷനാണ്. ശരിക്കും നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ കുളക്കടവുകളായാലും ശരി, അമ്പലക്കടവുകളായാലും ശരി, അമ്പലക്കുളം, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു. ഇതൊക്കെ പൊതുയിടങ്ങളായിരുന്നു. പക്ഷെ അവിടെയൊക്കെ മാറി ഒരു 80കൾ അടുപ്പിച്ച് ഈ TV എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം വന്നപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ പ്രശ്നം സംഭവിച്ചത്. ഈ TV നമ്മളെ വീട്ടിനകത്ത് പിടിച്ചിരുത്താൻ തുടങ്ങി. നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു. അവൻ സാമൂഹ്യ ജീവിയാണെന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവന് പുറത്തിറങ്ങണം. ഈ അകത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തിറങ്ങണ്ട. അപ്പോൾ ഇന്ന് കുത്താനുള്ള സാധനം കയ്യിലുള്ളതുണ്ട്. ഇവിടെ 35 വയസ്സിന് താഴെയുള്ളവരാരും ഇല്ല. ഇവരെല്ലാം കുത്തിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൊതുയിടങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിവരെല്ലാം ഈ ഉള്ളിലോട്ട് ആകർഷിച്ച് ഇതിൻ്റെ അകത്തോട്ടാക്കി എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ടെലിവിഷൻ ചെയ്തത് ഇത് തന്നെയാണ്. നമ്മളിപ്പം ഉത്സവം ആഘോഷിക്കേണ്ട സമയമാണല്ലോ, ഓണവും ക്രിസ്മസും ഒക്കെ. 24 hours പ്രോഗ്രാമാണ് TV-ക്കകത്ത്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ അവിടെ ഇരിക്കുകയാണ്, പുറത്തിറങ്ങുന്നില്ല. അപ്പോൾ ബഹുസ്വരത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങി 10 പേരെടുത്ത് ഇൻട്രാക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് സഹൃദത്വത്തിലൂടെ വരുമ്പോഴാണ് അവിടെ ഈ പറയുന്ന ഡെമോക്രസി വരുന്നതും ഈ പറയുന്ന ബാക്കിയുള്ളവരെ ഉൾക്കൊള്ളണമെന്നുള്ള ബോധം വരുന്നതും. അപ്പോൾ അതിന്ന് സമൂഹം ഈ മൊത്തത്തിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഡിസൈനിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്.